പിന്നെ പറയണ്ട. என்னடா இந்த கூட்டம் என் புள்ள கால் தூசுக்கு சமம். இதை விட எவ்வளவு பெரிய கூட்டம் வந்தாலும் ஒண்டியா சமாளிப்பான். போகிற பின்னாடி என்ன படையப்பா? நீங்க சொன்ன சரிதாமா. ஆடுறதுக்கு நான் ரெடி. ஆடுறதுக்கு நம்ம ஆளும் ரெடி தான். என்னப்பா? சரிப்பா. அப்ப வர சொல்லுங்க. ഏതാ പാട്ടത്? മറ്റേ പാട്ടാ മിൻസാര. അല്ല അത് തന്നെയാണോ ഇനി? അതുപോലെ തോന്നുന്നു. പക്ഷെ പാടുന്നത് ഫീമെയിൽ സിംഗർ അല്ലേ മിൻസാര? നോക്കാലോ. കോമ്പറ്റീഷൻ പോലെയാണോ? ഇതിന്റെ കൂടെ തന്നെ ചെയ്യാലോ. കണ്ടിന്യൂ. காலையில் உன் கண்களில் நான் வெயில் காய வேண்டும் சகியே சகியே என் இசைக்கும் ஆசைக்கும் பூசைக்கும் പിന്നെ പറയണ്ട. ആ സമയത്ത് നല്ല കോസ്റ്റ്ലി പണമായിരിക്കും കേട്ടോ. അതിന്റെ ഇടയിൽ എവിടെയും വന്നല്ലേ, വേറെ ലൊക്കേഷനും കാണിച്ചല്ലേ. രമ്യകൃഷ്ണൻ ചാടി നിൽക്കുന്നുണ്ട് കംപ്ലീറ്റ്ലി. ഫുൾ എനർജി, ഫുൾ ഓൺ എനർജി എന്ന് പറയും. ഏത് രീതിയിലാണെങ്കിലും ആ ക്യാരക്ടർ ഒന്നും മാറുന്നില്ല. കണ്ണിന് ഭയങ്കര തീവ്രത, കണ്ണ് ഭയങ്കര തീവ്രതയാണ്.
ഒരു സ്ഥലത്ത് പോലും ഭയങ്കര ഒരു നിഷ്കളങ്കത ഇല്ല തോന്നുന്നില്ല ഇല്ല ആ ഇല്ല ക്യാരക്ടറിൽ. ഇല്ല ഇല്ല ഇല്ല. അതാണ് സൗന്ദര്യം. മോഡ്. സൗന്ദര്യം മാക്സിമം നിഷ്കളങ്കതയാണ്. പക്ഷെ ഒരു നിമിഷം പോലും തോന്നില്ല ഇല്ല ഇല്ല ഇല്ല. வெள்ளிலவை கட்டி கட்டி செய்து விட்ட சிற்பம் ஒன்று கண்டேன் அதன் விழிகளில் வழிவது அமுதல்ல விஷம் என்று கண்டேன் ഇതെല്ലാം വിഷം കൊണ്ട് அதன் കണ്ടേ. விடலையும் தொடுவது பழி என்று விலகி விட்டேன் வாழ்விழியால் மலை விரித்தாய் மஞ்சளி வெல்லாது வலிகளிலே மீன் சிக்கலாம் தண்ணீர் என்றும் சிக்காது வா என்றால் நம் வருவதில்லை போ என்றால் நம் வருவதில்லை இறுதி நான் என்ற போட்டி அல்ல நீயானை இட்டு சூடி கொள்ள ஆண்கள் யாரும் பூக்கள் அல்ல സോങ് വേറെ ലെവല്. ശരിക്കൊരു ഡാൻസ് സോങ്ങിന്റെ കോമ്പറ്റീഷൻ ആണ്. പാടുന്നതിലും ആടുന്നതിലും. ഭയങ്കര intense. ഓ ഷോക്ക് ഷോക്ക് ലഗാന്നൊക്കെ പറയില്ല, ആ സാധനമാണ് സംഭവിച്ചപ്പോ. ഓ, ഇവിടെ ആൾക്ക് സങ്കടം. அது അമേരിക്കയില പഠിച്ച പൊണ്ണ്. അതായിരുന്നു സംഭവം. അതായത് സംഭവം എന്ന് വെച്ചാൽ ഈ സോങ്ങിന്റെ ഫുൾ വേർഷൻ സംഭവം കണ്ടിട്ടില്ല. ഇതിനകത്ത് ആ ഒരു ഫീമെയിൽ വേർഷനാണ് ഞാൻ കേട്ടിരിക്കുന്നത് കുറെ സ്ഥലത്ത്. ഞാൻ കൂടുതൽ കേൾക്കുന്നത് തന്നെയാണ്. നമ്മളെപ്പോഴും കേൾക്കുന്ന സമയത്ത് ആ ഒരു സംഭവം കേൾക്കാറുള്ളൂ. പക്ഷേ ഈ സിനിമേന്റെ അകത്ത് ഇങ്ങനൊരു സംഭവം ഉള്ള കാര്യം അറിയൂല. ആൻഡ് നമ്മളിപ്പോ സീൻ ചെയ്യുമ്പോഴും അങ്ങനെയാണ്. കാരണം നമ്മൾ ശരിക്കും കണ്ടിന്യൂസ് അങ്ങനെ സീൻ ചെയ്ത് നമ്മൾ വിചാരിച്ച് സോങ് ശരിക്കും അങ്ങനെ വേറെ ചെയ്യാൻ നമ്മൾ അങ്ങനെയല്ലേ പൊതുവേ ചെയ്യാറ്. പക്ഷെ ഇതങ്ങനെ ആ ഒരു ഫ്ലോയിൽ കണ്ടിന്യൂറ്റിയിൽ അങ്ങനെ ചെയ്യാൻ തോന്നി. ഈ അറിയില്ല മാക്സിമം കട്ട് ചെയ്തിട്ട് ഇടാൻ നോക്കുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒറ്റ സ്ട്രിച്ചിൽ അങ്ങോട്ട് ചെയ്ത്. കാരണം ഈ ഒരു സീന് ചിലപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു രസം പോവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ സോങ്ങിന്റെ ആ ഒരു സീൻ വന്ന രീതിയും ആ ഒരു കട്ടിങ് പ്ലേസ് ഒക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും ഒരു രക്ഷയില്ല. പാടിയതും ആടിയിരിക്കുന്നതും എല്ലാം അതായത് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആട്ടോ ഉള്ളത്. കാരണം ഇവരുടെ ആ ഒരു സ്റ്റൈലും പെർഫോമൻസും ഭയങ്കരമായിട്ട്, പ്രത്യേകിച്ച് ഇപ്പോഴും നമ്മള് ഇത്ര നേരം കണ്ടതിന്റെ അകത്ത് കംപ്ലീറ്റ്ലി നിൽക്കുന്ന രമ്യ കൃഷ്ണനും രജനി സാർ രണ്ടുപേരുടെയാണ്. മാത്രമേ ഉള്ളൂ. അവരാണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അതിന്റെ ഇടയിൽ വേറെയും കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും പക്ഷെ നമ്മൾക്ക് എപ്പോഴും ഈ രണ്ടുപേരും മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന രണ്ടുപേരില്ലേ അങ്ങനത്തെ ഒരു ഫീൽ. അതായത് എന്തോ ഒരു ഭയങ്കര മത്സരം പോലെ തോന്നുന്നു അവിടെ. അതായത് അവര് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ട് ഈ സിനിമയിൽ കംപ്ലീറ്റ്ലി, അത് ഇപ്പൊ ഇത്ര കണ്ടപ്പോ തന്നെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഞാൻ അതുകൊണ്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂഷ്വലി നമ്മളെ മൂവീസിൽ കാണുമ്പോഴാണെങ്കിലും ഇവൻ ക്രൂവൽ ആയിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒരു നിഷ്കളങ്കത നമുക്ക് കാണാൻ പറ്റും. പക്ഷെ രമ്യ കൃഷ്ണന്റെ ഈ ഒരു ക്യാരക്ടറിനെ ഇതുവരെയായിട്ട് ഫ്രം സ്റ്റാർട്ടിങ് ടിൽ നൗ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഫേസ് എപ്പോഴും ആ ഒരു മോഡിൽ തന്നെ പിടിച്ചിരിക്കുന്നത്. ആ ഒരു മോഡിൽ എപ്പോഴും എല്ലാം പിടിച്ചടക്കണം എന്നുള്ളൊരു സംഭവം ശരിക്കും വരെ അഹങ്കാരത്തിന്റെ ഒരു ഫീലാണ് ശരിക്കും. ചിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഈവൻ ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ല ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടാണ്. പക്ഷെ ആഗ്രഹമല്ല, അത്യാഗ്രഹമാണ് ശരിക്കും നമുക്ക് കാണാൻ പറ്റും. ആഗ്രഹിച്ചതൊന്നും വിടില്ല, ഏത് മുഖേന അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഇപ്പോഴത്തെ കാലത്ത് ഫേമസ് ആയിട്ടുള്ള ടോക്സിക് സ്വഭാവമാണ് ശരിക്കും കാണിക്കുന്നത്. പിന്നെ രജനി സാറിന്റെ കുറച്ച് ഡയലോഗ്സ് നമുക്ക് കേൾക്കുന്ന സമയത്ത്
ഈ കാലഘട്ടത്തിലും സ്റ്റിൽ ഡൈജസ്റ്റബിൾ ആണ് ഡയലോഗ്സ്. കാരണം എന്താ വെച്ചാൽ ഒരു പർട്ടിക്കുലർ എന്താ പറയുക ജെൻഡറിനെ മാത്രം ഫോക്കസ് ചെയ്ത് പറയുന്നില്ല, എല്ലാവരെയും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ഡയലോഗ് ആ ഒരു സ്ഥലത്ത് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ആ ഒരു സൗന്ദര്യയുടെ ഇൻസൾട്ടിങ് സമയത്ത്, കാരണം അവിടെ സൗന്ദര്യം ഇൻസൾട്ട് ചെയ്ത രീതി തെറ്റാണ്. അപ്പൊ അതിന്റെ കൂടെ ആ ഒരു കാര്യം പറഞ്ഞപ്പോഴും അവിടെ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്സ് ഒക്കെ മറ്റേ രീതിയിൽ നമുക്ക് ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലെങ്കിലും പക്ഷെ പിന്നീട് അവസാനം പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്. പ്രത്യേകിച്ച് ഒരു എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ഒരാള് പറയുന്ന രീതിയിൽ അവസാനം ആണായാലും പെണ്ണായാലും അതിന്റേതായ ഒരു രീതി ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ അത് വേറൊരു സംഭവം ലാസ്റ്റ് മറ്റേ കാറിന്റെ അവിടെ വെച്ചിട്ട് പറയുന്നത്, ഞാൻ നീ ഒരു ആണെ ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ ഞാനൊരു പെണ്ണിനെ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന പെണ്ണ് നീയല്ല. അത് ആ ഒരു ഓൺ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഇപ്പോഴത്തെ കാലത്തും ആ ഒരു പ്രസക്തി സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് എന്നുള്ള രീതിയിൽ ഒരിക്കലും ഫീലും ചെയ്യുന്നില്ല. ആൻഡ് ഭയങ്കര ഒരു 20 വർഷം 24 വർഷം അല്ലെ 24 ഇയേഴ്സ് 25 ഇയേഴ്സ് 25 വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയിട്ടുള്ള ഈ ഒരു മൂവി നമ്മൾ ഇപ്പൊ കാണുമ്പോഴും നമുക്ക് ഫ്രഷ്. കാരണം വെച്ചാൽ നമ്മളിത് കണ്ടിട്ടില്ലേ, ഓൺലി 1-2 സീൻസോ സോങ്ങോ മാത്രം പർട്ടിക്കുലർ നമ്മൾ രണ്ടുപേരല്ല ഒരാൾ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ആ ഒരു ഹിറ്റ് ആയിട്ടുള്ള ഒരു സീനാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആൻഡ് ഇതുവരെ കണ്ട സീൻസ് നോക്കുമ്പോഴാണെങ്കിൽ ഒരിക്കലും റിപ്പീറ്റേഷൻ ഇതുപോലെ കുറെ ഫോമാറ്റ് ചിലപ്പോൾ അതിനുശേഷം വന്നിട്ടുണ്ടായിരിക്കും, പക്ഷെ നമുക്കതൊരു കണ്ടു മടുത്തൊരു ഫീലോ അങ്ങനെ ഒന്നും അടിക്കുന്നില്ല. അതായത് രസം എന്ന് പറയുന്നത് എന്താ അറിയോ, ഒന്നാമത് നമ്മൾ കെ എസ് ശ്രീകുമാറിന്റെ പടത്തിൽ കുറച്ച് കോമഡി എലമെന്റ്സ് ഉണ്ടാവും. അത് ഓൾറെഡി ആ ഒരു കല്യാണത്തിന്റെ സമയത്ത് പോകുന്ന സമയത്ത് നല്ല രസത്തിനെ കാണിക്കുകയും ചെയ്തായിരുന്നു. ആ ഒരു ഗ്യാങ് ഇല്ല, വലിയൊരു ഗ്യാങ് ഉണ്ട്, അവിടെ തന്നെ ഒരു കോമഡി എലമെന്റ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടി വരുന്ന സമയത്ത് എല്ലാം കൂടി മിക്സ്ചർ ആണ്, എല്ലാ എലമെന്റ്സും ഉണ്ട്. പാട്ടിന് പാട്ട്, ഡാൻസ്, പിന്നെ അതിനോട് ഒരു മാസ് എലമെന്റ്സ് വരുന്നുണ്ട്, കോമഡി എലമെന്റ്സ് വരുന്നുണ്ട്, ചെറിയ ഇമോഷൻ ഉണ്ട്, എല്ലാ സംഭവം അതിനകത്ത് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സംഭവം. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മറന്നു പോകുന്നുണ്ട് കെ എസ് രവികുമാറാണ് ഇതിന്റെ ഡയറക്ടർ. കാരണം എനിക്ക് പല സമയത്തും മണിരത്നം ടച്ച് അടിക്കുന്നുണ്ട്, പിന്നെ ആണെങ്കിൽ ശങ്കർ അടിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ഓർക്കുമ്പോ ഇത് കെ എസ് രവികുമാർ പടമാണ് എന്നുള്ള ഞാൻ ഇടയ്ക്കിടയ്ക്ക് മണിരത്നം ഇങ്ങനെ ചെറിയ ആരെവിടെയോ ഒരു ഫ്രെയിം കണ്ട സമയത്ത് മണിരത്നം പടത്തിന്റെ എനിക്ക് തോന്നുന്നത് എ ആർ റഹ്മാൻ സാറിന്റെ ബിജിഎം കൂടി വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ശങ്കർ സാറിന്റെയും അതുപോലെ തന്നെ മണിരത്നം സാറിന്റെയും പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു എ ആർ റഹ്മാൻ കോമ്പിനേഷൻ വരുമ്പോൾ ആ ഒരു ചിലപ്പോൾ നമുക്ക് തോന്നിയായിരിക്കാം. അപ്പൊ എന്തായാലും വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് സീൻ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് പബ്ലിക്കായിട്ട് ഉമ്മയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആൾക്കാരുടെ മുന്നിൽ 2 ഫാമിലി ഉണ്ട് അവിടെ അല്ലെ. അപ്പൊ എന്തായാലും നോക്കാം എന്താ സംഭവം അടുത്ത വീട്ടിൽ കാണാം.